ഒന്നുമില്ല. എന്നെ കെട്ടാൻ പോകുന്നതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഞാനൊരു ഹെൽപ്പായിരിക്കും. കുക്കിംഗ് ഒക്കെ അറിയുന്നതിന് മുൻഗണന. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ട് ചെയ്യാനുള്ള ചെറിയൊരു മടി കാരണം ചെയ്യാതിരുന്നത്. പിന്നെ എന്തൊക്കെയോ ഇന്ന് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഞാൻ താമസിക്കുന്നിടത്തേക്ക് എൻ്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ട്. അവർ ഇന്നലെ രാത്രി വന്നു. അവർക്ക് ഇന്ന് ദുഃഖവെള്ളി. അപ്പോൾ ഇന്ന് മലയാറ്റൂർ മല കയറണം എന്ന് അവർ പറഞ്ഞു. അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരിവിടെ വന്ന് അവരിന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് മല കയറാൻ പോയി. ഞാൻ പോയില്ല. എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായില്ല. പോരാത്തതിന് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഇഷ്ടമുണ്ടായില്ല. അതുപോലെ എനിക്കാണെങ്കിൽ ഇന്ന് ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്. ഇന്നലെ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് ഷിഫ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെന്താ, ഞാൻ കരുതി എല്ലാ തവണയും അവർ വരുമ്പോൾ അവരിവിടെ വന്നിട്ടാകുമ്പോൾ ഞാൻ ഫുൾ ടൈം റെസ്റ്റ് എടുക്കും. അല്ലെങ്കിലും റെസ്റ്റ് തന്നെ. പക്ഷെ അവരില്ലാത്ത സമയങ്ങളിൽ ഫുൾ ടൈം റെസ്റ്റ് ആണെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും വീട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള സമയം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അവരിവിടെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ വെറുതെ ഞാൻ കിടന്നുറങ്ങുക, വെറുതെ ഇരിക്കുക, ഫോണിൽ കളിച്ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഒരു പണി ഞാനിവിടെ ചെയ്തില്ല. അത് അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അവരതനുസരിച്ച് തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യാറ്. കാരണം എന്താ, അവർ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഞാൻ വെറുതെ ഇരുന്നോട്ടെ, അവർ വന്ന് കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ അർത്ഥത്തിൽ അവർ വരികയും ചെയ്യും. ശരിക്കും നമുക്ക് നമ്മുടെ അച്ഛനമ്മയുള്ള സമയം തന്നെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും പ്രഷ്യസ് ടൈം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അവരെ ഹാപ്പി ആക്കുക, അവരെ ഹാപ്പിയാക്കി നിർത്തുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം നമുക്ക് ദൈവാനുഗ്രഹിച്ചൊന്നും വരാതിരിക്കട്ടെ, പക്ഷെ അവരില്ലാതിരിക്കുന്ന ഒരു സമയം എത്തായിരിക്കും നമുക്ക് അവരുടെ വാല്യൂ എത്രയാന്ന്, അവരെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇവർ വയ്യായിക വന്ന് ഞാൻ ഇവിടെ കിടക്കുന്ന സമയത്ത്, ഒരു പനി എന്തെങ്കിലും വന്ന് ഇവിടെ കിടക്കുന്ന സമയത്ത് നോക്കാനും കാണാനും ആരും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ജോലിയൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ പോയാലോ, അങ്ങനെയാണെങ്കിൽ വയ്യായിക വന്നാൽ നോക്കാൻ ആളുണ്ടാവുമല്ലോ, എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ ഒക്കെ തോന്നുമായിരുന്നു. പക്ഷേ അങ്ങനെ പണി കളഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ജോലി ഇല്ലാതിരിക്കാനും പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് ജോലി അത്യാവശ്യമല്ലേ. അപ്പോൾ അവരിടയ്ക്ക് ഇവിടെ വരും, ഇവിടെ വന്നിരിക്കും, കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കും. ആദ്യമൊക്കെ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ, അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചയൊക്കെ നിൽക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് 1 month ഒക്കെ അവർ നിൽക്കാറുണ്ട് എൻ്റെ കൂടെ. ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അത് അവർക്കൊരു ചേഞ്ച്. എന്നും അവർ രണ്ടുപേരും മാത്രം വീട്ടിൽ പരസ്പരം നോക്കി എത്ര ദിവസം ഇരിക്കുക, ആ വീടും കാര്യങ്ങളും മാത്രമായിട്ട്. അപ്പോൾ ഇടയ്ക്ക് അവർക്കൊരു മാറ്റത്തിന് വേണ്ടി അവരിവിടെ വരും. ഇവിടെ വരുമ്പോൾ അത് എനിക്കൊരു സഹായം, അവർക്കൊരു സന്തോഷം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, അവർ രാവിലെ തന്നെ പോയി. രാവിലെ ഞാൻ അറിഞ്ഞും കൂടി അവരെപ്പോഴാണ് പോയെന്നുള്ളത്. കാരണം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഉറക്കം എഴുന്നേറ്റ് ഞാനൊരു 8:30-9 മണി ആ സമയമായപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റ്. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം അവരില്ല ഇവിടെ. അപ്പം എനിക്ക് മനസ്സിലായി അവർ രാവിലെ തന്നെ പോയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി, എനിക്കാണ് ആ സമയത്ത് വിശക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ കരുതി അതിനാണെങ്കിൽ അവർ വരുമ്പോഴേക്കും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന്. സാധാരണ അമ്മയച്ഛനും വന്നാൽ പിന്നെ ഞാൻ അടുക്കളയിലും കയറാറില്ല, ഫുഡും ഉണ്ടാക്കാറില്ല, ഒന്നുമില്ല. അതും അടുക്കളയിൽ പാത്രം കഴുകാൻ കൂടെ ഞാൻ കയറത്തില്ല. ഞാൻ കഴിക്കുന്ന പാത്രം അമ്മയുടെ കൈ കൊടുത്തു വിടുകയും ചെയ്തു. അങ്ങനെ ആ സമയങ്ങളിൽ മടി പിടിച്ചിരിക്കും. എന്താണെന്നറിയത്തില്ല, അത് ശീലമായിപ്പോയി. അത് അമ്മയ്ക്കും ശീലമായി. പക്ഷെ ഇടയ്ക്കൊക്കെ ഞാൻ പാത്രം കഴുകേ. അത് പക്ഷെ മിക്കപ്പോഴും അതങ്ങനെ തന്നെ. എല്ലാ കാര്യം അമ്മ ചെയ്യും, അല്ലെങ്കിൽ അച്ഛനെ ഇരുന്ന് ചെയ്തോളും. വരുമ്പോൾ കുക്ക് ചെയ്യുന്നതൊക്കെ അവർ തന്നെ. ഇന്ന് ഞാൻ കരുതി എന്നാൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാം. അവർ വരുമ്പോൾ തന്നെ. അതെന്തായാലും മലയൊക്കെ കയറി തളർന്നൊക്കെ ആയിരിക്കില്ലേ വരുന്നുണ്ടാവുന്നത്. അവരെപ്പോഴാണ് വരാമെന്ന് എനിക്കറിയത്തില്ല. ഉച്ചയ്ക്ക് വരുമോ, വൈകിട്ട് വരുമോ, എപ്പോഴാണ് വരാമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അവർ വരുന്നതിന് മുന്നേ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കാം. എനിക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. കാണാം. ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കും. കറിയല്ല, എന്ത് ചെയ്തത്, മെഴുക്കുവരട്ടിയോ തോരൻ പോലെയോ, നമ്മുടെ നാട്ടിൽ വറവെന്നൊക്കെ പറയും. അങ്ങനെ ഒരു സാധനം പോലെ ഉണ്ടാക്കും. ചൂടെടുക്കുന്നു. അപ്പം അച്ഛനിതുണ്ടാക്കുമ്പം അച്ഛന് നല്ല അത്യാവശ്യം നല്ല മസാലപ്പൊടികളൊക്കെ ഇടും. കുരുമുളക് പൊടിയും മീറ്റ് മസാലയാണെങ്കിൽ അതും അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട്. പക്ഷെ അച്ഛൻ എത്ര ഇട്ടാലും പാകം കണക്കായിരിക്കും. ഇടുമ്പം കാണുമ്പോൾ നമ്മളായിരിക്കും കുറേ ഉണ്ടാവും, എരിവായിരിക്കും എന്നൊക്കെ കരുതും. പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, എല്ലാം പാകത്തിനായിരിക്കും. എരിവൊന്നും അധികം കാണത്തില്ല, എല്ലാം നല്ല പക്കയായിരിക്കും. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് എന്താ, ഇവർ ഉണ്ടാക്കിയത് കണ്ട ഓർമ്മയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അതേപോലെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ഞാനങ്ങനെ അച്ഛനിട്ട പോലെ എൻ്റെ കൈയുടെ ഭാഗത്തിന് ഞാൻ ഉപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അല്ലാതെ എനിക്ക് അളവെന്ന് അറിയത്തില്ല. നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സ് പറയത്തില്ല ഇത് മതി എന്ന് പറയത്തില്ലേ, അങ്ങനെ ഇതില്ല ഞാൻ ഇടുന്നത്. അപ്പം അങ്ങനെ ഞാൻ അത് പൊടികളൊക്കെ വാരിയിട്ടപ്പം കുറച്ചധികം പോയി. അന്ന് ഞാൻ നിർത്തിയതാണ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അത് ഇത്തവണ വിചാരിച്ചു, ഇവർ വന്ന സ്ഥിതിക്ക്
ഇതുണ്ടാക്കാനാണെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഈ ഉള്ളി മീൻസ് സവാളയൊക്കെ മതിയല്ലോ. അതൊക്കെ പിന്നെ മേടിച്ച് വെച്ചിട്ടും കുറേ മേടിച്ച് വെച്ചായിരുന്നു. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നല്ലോ നമുക്ക് വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ നമ്മൾ മേടിച്ച് വെക്കണം, അധികം ചീത്തയാവാത്തത്, സ്കേർസിറ്റി വരാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കിഴങ്ങും സവാളയൊക്കെ 1 കിലോ വെച്ച് മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ വലിയ ക്ഷമം ഞാൻ ദൈവാനുഗ്രഹിച്ചിട്ട് കാണുന്നില്ല, ഇനി അങ്ങോട്ട് ഇല്ലാതിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വെച്ചെന്നാൽ അങ്ങനെ കൊണ്ടാക്കാം. ഞാൻ അധികം സംസാരിച്ചാൽ ഞാൻ വെന്തുരുകി പോകും. നമുക്കുണ്ടാക്കാം. ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇത് സാധനം പച്ചക്കറിയൊക്കെ മുറിക്കുന്നത് കറി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് നല്ല ടൈം വേണം. എന്നാലും എനിക്ക് സമാധാനത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ടേസ്റ്റ് ഇല്ലെങ്കിലും സമാധാനത്തിൽ മര്യാദയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ടൈം വേണം. പച്ചക്കറിയൊക്കെ ഉണ്ടോ ചെറുതായിട്ട് അരിയുന്നുണ്ടോ, അങ്ങനെ ചെറുതായി അരിഞ്ഞ് എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. സാധനങ്ങൾ കറിക്ക് വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞിടാൻ എനിക്കിഷ്ടം. ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെങ്കിലും അരിയാനൊക്കെ ഇഷ്ടം. അതുകൊണ്ട് എന്നെ കെട്ടാൻ പോകുന്നതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഞാനൊരു ഹെൽപ്പായിരിക്കും. കുക്കിംഗ് ഒക്കെ അറിയുന്നതിന് മുൻഗണന കേട്ടോ. അപ്പം ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? തീറ്റേ നടക്കുന്നുള്ളൂ അല്ലേ? പെട്ടെന്ന് ഫുഡ് കുക്ക് ചെയ്യട്ടെ. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിലും ഒരു വിധത്തിൽ സാധനമൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഇങ്ങനെ കൊഴുപ്പോടെ അധികം ഗ്രേവി ഇല്ലാണ്ട് ഞാൻ വറ്റിച്ച് പോലെ എടുക്കും. ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ ആയിക്കിട്ടിട്ടുണ്ട്. നേരത്തെ കുളിച്ച് ഇനി സാധനം അടുപ്പത്ത് വെച്ച് തട്ടിക്കൂട്ട കറി എല്ലാം ഇന്നലെ അച്ഛനമ്മയും വന്നിട്ട് എനിക്കൊരു സാധനം കൊണ്ടു തന്നു. കള്ളാണെന്ന് തോന്നുമെങ്കിലും കള്ളല്ല, ഇത് മോര്. നല്ല എരിവുണ്ട്. പച്ചമുളകാന്നോ കാന്താരിയാന്നോ പറഞ്ഞൂടാ. നല്ല രീതിക്കും അരച്ച് ചേർത്തിട്ട് അച്ഛനമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന മോര്. ഇനി അത് ആവട്ടെ. പക്ഷേ ഇങ്ങനെ എരിവുണ്ടെങ്കിലും ഇതിങ്ങനെ കുടിച്ചോണ്ടൊക്കെ നല്ല രസമാണ്. ഈടെ എത്തിയെന്ന് തോന്നുന്നു. ഇരുകൂടെ ഇങ്ങനെ പോകുന്ന അറിയുന്നത് കണ്ടേലും എരിയുന്നു. എന്നാലും കുടിച്ചോണ്ടൊക്കെ നല്ല രസം. ഇത് കള്ളു പോലില്ലേ? കണ്ടാ കള്ള്. ലെറ്റ്സ് അൺബോക്സ് ഓർ കള്ള്. അമ്മമാരെല്ലാം സമ്മതിക്കണം ഈ ചൂടത്ത് നിന്ന് നമുക്ക് കുക്ക് ചെയ്ത് തരുമ്പോൾ. അപ്പോൾ കുക്ക് ചെയ്ത് തരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഫുഡൊന്നും നന്നായിരുന്നെങ്കിൽ അവരോട് പറയാം കേട്ടോ. അവർ ഒന്നൊരു ഇത്രയും വേർത്ത് കുളിച്ച് ഇതായിട്ടല്ലേ നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒരു അമ്മേ ഇന്നത്തെ ഫുഡ് കൊള്ളാം. ഇന്നത്തെ ഫുഡ് കൊള്ളാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില അമ്മമാർ ചോദിക്കും എന്താടാ ഇന്നത്തെ ഫുഡ് നല്ലതല്ലേ, എനിക്ക് ഇത്ര നാളും ഞാനിപ്പോൾ നല്ല ഫുഡല്ലേ ഉണ്ടാക്കി തന്നതെന്ന്. ചിലപ്പോൾ അമ്മമാരും ഇങ്ങോട്ട് തിരിച്ചും ചോദിച്ചു തരാം. എന്നാലും തരില്ല, അങ്ങോട്ടേക്ക് പറയാം അമ്മേ ഫുഡ് കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അമ്മ മുഖത്തൊരു ചെറിയ സന്തോഷം വരില്ലേ, ആ ഒരു ശരി ഉണ്ടാവില്ലേ, നല്ലേ അല്ലേ കാണേ. അതുവരെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഇതാക്കി കിടക്കുന്ന അമ്മയച്ഛനും നല്ലത് പറയുന്നത്. പക്ഷേ ഇത് കറി വെക്കാനുള്ള മീനാണ്. അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയത്. കാരണം അത് അച്ഛനമ്മക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് അവർ വന്നിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ആക്കി തരും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇതിപ്പോൾ എനിക്ക് വറുക്കാനുള്ള മീൻ. ഇതുണ്ടോ മീനിൻ്റെ ഓണർ? കുറേ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാനുള്ള മടി കാരണം ഞാൻ എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞ്. ഇതുണ്ടോ
3 കിട്ടിയിട്ടുള്ളൂ ഓണർ. ഗൈസ്, ഞാൻ മീൻ അവിടെ മറന്നുകൊണ്ടിരിക്കുക. ഒരു അമളി പറ്റി, ഉപ്പിടാൻ മറന്നുപോയി. മീൻ ഇങ്ങനെ ആയി പാത്രം കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഓർത്തെ എന്തോ ചെയ്തില്ല, എന്തോ ഒരു കുറവുള്ള പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എന്തെങ്കിലും പൊടിയിടാൻ മറന്നിരിക്കുന്നേ. പക്ഷേ പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് കിട്ടിയത് ഉപ്പിടാനാ മറന്നതെന്ന്. പിന്നെ വേറെ വഴിയില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു, അപ്പം അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട്. അതിപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആക്കിയ എല്ലാം ഇന്ന് ഫ്ലോപ്പായി പോയി. ഈ ടേസ്റ്റിൻ്റെ കാര്യത്തിലുള്ളൂ. ആക്കിയപ്പോഴേ പണി കിട്ടി. ആക്കണ്ടായിരുന്നു, സാധനം വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. അവർ വരുന്നേരം ഫുഡ് വല്ല ഓർഡർ ചെയ്ത് കഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പം ആക്കി പോവുകയും ചെയ്ത് സാധനം വേസ്റ്റ് ആവുകയും ചെയ്ത്. അവർ വന്നിട്ട് പറയട്ടെ എന്താ അവസ്ഥ എന്നല്ലേ. അതാണ് അവർക്ക് കൊടുക്കാനാണെങ്കിൽ ചെറിയൊരു മടിയുണ്ട്. അപ്പം കണ്ണൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് വയറുകേടാക്കണ്ടല്ലോ. പക്ഷെ ആക്കിപ്പോയില്ലേ, കൊടുക്കാം. നമുക്ക് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം പ്ലീസ്. മാർത്തോമ മണ്ഡപം കണ്ട് പള്ളിയിൽ പോയി കാലടി കണ്ടു. തോമാശ്രീകാരുടെ കാൽപ്പാദം പറഞ്ഞ സ്ഥലം അത് കണ്ടു. അപ്പുറത്തെ മലയിറങ്ങി തിരിച്ച് താഴെ വന്നിട്ട് സെന്റ് തോമസ് ഹോട്ടലിൽ നിന്ന് ചോറും തിന്ന്. ആടെ ചോറിന് മലയാറ്റൂർക്കാർ മലയല്ല പേരാണ് ജനം ഇങ്ങനെ വരുന്നത്. ഗുരുവായൂരുള്ളത്രയൊന്നും പകുതിയില്ലല്ലോ. ഗുരുവായൂരിൽ 5 മണിക്കൂർ ബലായി നിന്നിട്ട് ചോറ് പണി കിട്ടി ഗൈസ്. ഇവര് അവിടെ നിന്ന് ചോറ് വന്നിട്ടാണ് വന്നത്. അപ്പം ഞാൻ ആക്കി ചോറെല്ലാം വെറുതെ നല്ല സാരമില്ല, ഇവരെ കൊണ്ടൊന്ന് തീറ്റിച്ച് അഭിപ്രായം അറിയാന്ന് വെച്ച് തിന്നട്ടെ ഇപ്പം ഏനി വേണമെന്നാ? ഓക്കെ. ഇട്ടേന് ഉപ്പും കുരുമുളക്. ഉപ്പിട്ടില്ല, ഉപ്പിടാൻ മറന്നു. എന്നിട്ട് ഞാൻ വേവുന്നതിനിടയ്ക്ക് പാത്രം കേൾക്കുമ്പോൾ ഓർത്ത അയ്യോ ഞാൻ ഉപ്പിട്ടിട്ടില്ല എന്ന്. എൻ്റെ അതിനെ വല്ല വെറുതെ തൂക്കിക്കൊടുത്ത് മഞ്ഞളും മുളക് പൊടി നന്നായി പെരക്കി വെച്ചാൽ മതി. കുരുമുളക് ഞാൻ കുരുമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് ഉപ്പിടാൻ മറന്നു. എന്റെ ഒരു ഭാഗം ഇങ്ങനെ ഏകദേശം തിളച്ച് വരുന്ന സമയമായിരുന്നു ഞാൻ ഓർത്തെ. ഒരു വായി തിന്നച്ചേ. അത് അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇത്ര നീളമുണ്ട് അരിക്ക്. എന്ത് പാകത്തിന് വേഗം കഞ്ഞിയല്ലേ പിന്നെ ചൂടോടെ തിളക്കുന്ന കഞ്ഞിയല്ലേ കൊടുത്തിന്. ഏനുപ്പില്ല. സത്യസന്ധമായ അഭിപ്രായം കണ്ടാ നിങ്ങള്? ഏനുപ്പില്ലാത്ത അച്ഛന് ചോറിന് ഉപ്പ് വാരിയിടണ്ടേ? അത് നമ്മളങ്ങനെ ഇടുന്നില്ലല്ലോ. അതുകൊണ്ട് അച്ഛന് തീർക്കാൻ വേണ്ടി തരണ്ട. കൈ നിറച്ച് വാരി, കൈ ഇത്തിരി ചെറുതാണ്. അങ്ങനെ വാരി നിർത്തും. ശരിക്കും വേണ്ടപ്പോ നിർത്തുന്നു.
അമ്മ ഇപ്പൊ കൊത്തുക വായില്. ആണല്ലോ. അല്ല, അങ്ങനെ ആട്ടുന്നു. മീനിന് കിട്ടുന്നേ പിന്നെ ഞാൻ തരാം. അതിനകത്തിന്റെ ഞരമ്പല ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോൾ കഴുത്തിന്റെ അല്ല അത് മറ്റേ വറവിന് മീറ്റ് മസാല. കഞ്ഞി സാമ്പാർ കഞ്ഞി ചോറിൽ ഒരുപോലെ കഞ്ഞി അവർക്ക് കഞ്ഞി രണ്ടുപേരും അപ്പുറത്തേക്ക് 5 കഞ്ഞി മേടിച്ചു. നമ്മൾ ചോറ് മേടിച്ചു. അവധിയായി കഴിഞ്ഞപ്പോ കഞ്ഞി ചോറ് ഒരുപോലെ സാമ്പാർ ചോറ് അവിടെ വെക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്നുണ്ടോന്നേ വീട്ടിൽ നിന്നുണ്ടോന്നേ അത് ഒരു സമയം കൊടുക്കണേ. ഓ ഞാനാക്കിയ ഫുഡിന്റെ ജെന്യൂൻ റിവ്യൂ എല്ലാം കണ്ടല്ലോ. വലിയ ടേസ്റ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ മറ്റേ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ടേസ്റ്റ് ഒന്നും ആയിട്ടില്ല. അത് സാരമില്ല. വേറെ വഴിയില്ലല്ലോ ഇവർക്ക്. എൻ്റെ അടുത്ത് ഒന്നുമില്ലേ, അപ്പൊ തിന്നല്ലേ പറ്റൂ. ഞാൻ ആക്കി കൊടുത്തില്ലേ. അപ്പൊ പിന്നെ ശരി, ബൈ ബൈ. Thank you.